എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് ദേ നീള ആരതി കാണാനും നീളാസ്നാനം ചെയ്യാനും വേണ്ടിട്ട് ഇറങ്ങാൻ നിൽക്കുകയല്ല ഇറങ്ങി. അപ്പൊ ഇപ്രാവശ്യം എന്റെ കൂടെ കുഞ്ഞുണ്ട്, അമ്പുണ്ട്, കുഞ്ഞോനുണ്ട്, ദേ ഭരതേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു സ്പിരിച്വൽ ഒരു തലത്തിലുള്ള ഒരു ആക്ടിവിറ്റി നമ്മുടെ ഇവിടെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തില്, സൗത്ത് ഇന്ത്യയില് നടക്കുമ്പോൾ നമ്മൾ അതിൽ ചെന്ന് പങ്കുചേരണം. അപ്പോഴാണ് നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ലെവല് ഒന്നിൽ നിന്നും വേറൊരു അവസ്ഥയിലേക്ക് എത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. എന്തായാലും അവിടേക്ക് പോവാണ്. ഇതിന്റെ വിശേഷങ്ങൾ ഭരതേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തത് എന്താ അതിന്റെ കാര്യം? ഭാരതപ്പുഴയുടെ തീരത്ത് ഏകദേശം 252 കൊല്ലം എന്നാണ് തോന്നുന്നത്. 252 കൊല്ലത്തിന് ശേഷം നടക്കുന്ന മാഘ ഉത്സവമാണിത്. അതേപോലെ നീളാസ്നാനം, നീളാരതി എന്നിവയാണ് പ്രധാനം. അവിടെ ബലിതർപ്പണങ്ങൾ നടത്താം പിതൃക്കൾക്ക്. പോരാത്തതിന് നമ്മുടേതായ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട്, അതായത് നമ്മൾ ഈ തലമുറകളൊന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല, ഇതൊന്നും കണ്ടു കേട്ടിട്ടുമില്ല. അപ്പോൾ നമ്മുടേതായ ഒരു സാന്നിധ്യവും അതേപോലെ നമുക്കിത് കാണാനും അനുഭവിക്കാനും പറ്റിയ ദൈവികമായ ഒരു ഭാഗ്യവും നമുക്കതിന് കിട്ടി. അപ്പോൾ അതെല്ലാവരും പങ്കെടുക്കുന്നു, ഞങ്ങളും അതിൽ ഒരു പങ്കെടുക്കാൻ പോകും. കുംഭമേള, കേരളത്തിന്റെ മാമാങ്കം. അതെ, അങ്ങനെ തന്നെയാണ്. നമുക്കൊരു സാധ്യത കിട്ടുകയാണ്. ഇതിന് മുമ്പ് മാമാങ്കം നടന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ വെറുതെ? നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ 251 വർഷത്തിന് ശേഷം നടക്കുന്ന അങ്ങനത്തെ ഒരു ചടങ്ങിന് നമുക്കും പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എന്ന് പറയേണ്ടത് എനിക്കറിയോ? ഫെബ്രുവരി 3 അതിന് തുടങ്ങിയത്. ഫെബ്രുവരി 3 അത് അവസാനിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ അതിൽ പോയി പങ്കെടുക്കുക. ആ ഒരു എനർജി നമ്മൾ ശരിക്കും അവിടെ ചെന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. പോരാതെ ഈ സമയത്ത് ഒന്നും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ നല്ലൊരു സമയത്തും നമുക്ക് പങ്കെടുക്കാൻ പറ്റിയ സമയത്തും അവിടെയാണ്. ആരോഗ്യവും മറ്റുള്ള കാര്യങ്ങളുള്ള സമയത്താണ് നമുക്ക് ഇത് ഇവിടെ പങ്കെടുക്കാൻ പറ്റുന്നത്. അതെ, എനിക്ക് അവിടെയും കിട്ടി. 144 കുംഭമേളയ്ക്ക് അവിടെ പ്രയാഗ്രാജിലും ഒരു വലിയൊരു ഭാഗ്യമാണ്. അത് നമ്മുടെ ഈ സമയത്ത് തന്നെ അത് അവിടെ ഉണ്ടായല്ലോ എന്ന് പറയുന്നത്, നമ്മൾ ഈ സമയത്ത് ജനിച്ചു ജീവിച്ചു എന്നുള്ളത് വലിയൊരു ഇതാണ്. അതെ, എന്തായാലും ആ ഒരു ഭാഗ്യം കിട്ടി. അതേപോലെ ഈ ഒരു ഭാഗ്യം കിട്ടണം. എന്തായാലും നമ്മളെല്ലാവരും അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അതെ, നമുക്കിപ്പോൾ വഴിയെ കാണാം എല്ലാ കാര്യങ്ങളും. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാനപ്പോൾ ഇത് നമ്മുടെ മാഘമേള, കുംഭമേള, കേരളത്തിൻ്റെ സ്വന്തം കുംഭമേളയിലേക്ക്, അല്ലെങ്കിൽ പണ്ട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുപഴക്കം മാത്രം ഉണ്ടായിരുന്നുള്ള ഒരു ചടങ്ങായിരുന്നു ഈ മാമാങ്കം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് 2 സൈഡ് കേട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും പറയുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുടെ രക്തം നിണവും ഈ പുഴത്തീരത്ത് നിറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയാം. തലകളായി വെട്ടിയ തലകൾ ഇവിടെ ഉരുണ്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇത് പരശുരാമനാൽ ബ്രഹ്മാവ് തപസ് ചെയ്തിട്ടുള്ള, യാഗം നടത്തിയിട്ടുള്ള ഒരു പുണ്യഭൂമിയായിരുന്നു ഇത് ഒരു കാലഘട്ടങ്ങളിൽ. അതിനുശേഷം ഒരുപാട് ഈ പറഞ്ഞ ഒരുപാട് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങൾ ഇവിടെ, പൂജാതി കർമ്മങ്ങൾ നടന്നിരുന്നു. ആ സമയത്ത് സ്നാനം ചെയ്യുമ്പോൾ മറ്റുള്ള പവിത്ര സ്നാനങ്ങൾ പോലെ തന്നെ വളരെ മനോഹരം, അല്ലെങ്കിൽ വളരെ എനർജി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്നാനം ചെയ്യുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് രാജാക്കന്മാരുടെ പട്ടാഭിഷേകം, വിളംബരവും കാര്യങ്ങളൊക്കെയും, പിന്നീട് രാജാക്കന്മാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള
പോർവിളിയും കാര്യങ്ങളൊക്കെ, അങ്ങനെയാണ് പിന്നീട് ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഡാർക്ക് സൈഡ് പിന്നീട് ഇല്ലാണ്ടായി പോയി എന്നാണ് പറയാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സ്നാനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നടക്കുന്നതായിട്ടുള്ള ഒരുപാട് പൂജാതി കർമ്മങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് നടക്കുന്നത് മുത്തനും മുത്തിക്കുള്ള ഒരു പൂജാ സമ്പ്രദായമാണ്. മുത്തനും മുത്തിയും എന്ന് പറയുമ്പോൾ ശിവനും പാർവതിയും തന്നെയാണ് അവരുടെ സങ്കല്പം. അത് ഈ മലയർ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഇന്ന് ഇവിടെ പൂജ മുഴുവൻ നടത്തിയിട്ടുള്ളത്. അതായത് പണിയന്മാർ പണിയർ എന്ന് പറയുന്നൊരു സമുദായമാണ് ഇന്നിപ്പോൾ അവിടുത്തെ പൂജ നടന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചൊരു ആചാര പ്രദീപമാണ് ആ കർമ്മം ചെയ്തിട്ടുള്ളത്. അവർക്ക് മുത്തനും മുത്തിയും അതിനെ ഇരുത്തിയിട്ട് അതിൻ്റെ കൂടെയുള്ള അവരുടെ മലയ ദേവതകളെ എല്ലാവരെയും നറുക്കത്ത് കൊണ്ടുവന്ന് വാഴയിലയിൽ ഗുരുതി പുരട്ടി അതിൽ 9 നറുക്ക് വെച്ച് അങ്ങനെയാണ് ആ കർമ്മം നടന്നത്. സമസ്ത മലയ സമുദായത്തിലെ ദേവതകളും ആ കർമ്മത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിനുശേഷം നമുക്ക് എല്ലാവരെയും ഒഴിഞ്ഞിട്ട് ഒരു 4 തരത്തിലുള്ള 4 നാളികേരം അവിടെ ഉടക്കിയുണ്ടായി. അത് ശരിക്കും ചാതുർവർണ്ണത്തിനെയാണ് സങ്കല്പിക്കുന്നത്. അല്ലെങ്കിൽ 4 വർണ്ണത്തിലുള്ള ആൾക്കാരും അവരുടെ ദുരിതങ്ങളെല്ലാം തീർന്നു പോകട്ടെ എന്നുള്ളൊരു സങ്കല്പം. ഈ ലോകത്തിലെല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു കർമ്മ സമ്പ്രദായമാണ് അവിടെ പൂർണ്ണമായിട്ട് നടന്നത്. അതിൽ പങ്കെടുക്കുമ്പോൾ സന്താന സൗഭാഗ്യം, കുട്ടികൾക്ക് നന്മ, ഇതെല്ലാം ഉണ്ടാവും അത്രേ. അപ്പോൾ ഇനി അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗംഗാരതിയാണുള്ളത്. ഗംഗാരതി അല്ല, നീളാരതി. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ മഹാകുംഭമേളയ്ക്ക് പോയിട്ടായിരുന്നു. 144 വർഷത്തിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക്. അന്ന് അവിടെ പോയി സ്നാനം ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ 271 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ധർമ്മത്തിൻ്റെ ആ പൂജാ സമ്പ്രദായം മുഴുവൻ ഇവിടെ അരങ്ങേറുകയാണ്. അതിൽ വരാനും ഇവിടെ വന്ന് പങ്കുകൊള്ളാനും സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ജന്മ പുണ്യം തന്നെയാണ്. വിഷ്ണുമായുടെ അനുഗ്രഹമാണ്. അവരുടെ ദിവസം തന്നെ മുത്തൻ്റെയും മുത്തിയുടെയൊക്കെ പൂജാ സമ്പ്രദായം കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹം തന്നെയാണ് എല്ലാവരുടെയും. ഭക്തജനങ്ങളുടെ സമൃദ്ധി മഹാമാഘ മഹോത്സവത്തിൽ ഇന്ന് 4:30 ചെമ്മലശ്ശേരി ആത്മാ കളരി സംഘം അവതരിപ്പിക്കുന്ന ആത്മാ കളരിമാ. അപ്പോൾ കൃഷ്ണേട്ടാ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കുംഭമേളയ്ക്ക്, കേരളത്തിലെ കുംഭമേള, എന്താ പറയാ, സൗത്ത് സൈഡിലെ കുംഭമേള, അപ്പൊ അതിലാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. ഒടുക്കത്തെ ജനത്തിരക്കാണ്. ഇവിടെ 6:30-7 മണിക്ക് കണ്ടാണ് ആരതി വരുന്നത്. ഇപ്പോഴേ ആൾക്കാർ സ്ഥലം സീറ്റ് പിടിച്ചു തുടങ്ങി. അപ്പൊ അതിന്റെ പ്രാധാന്യം എത്രത്തോളം നമുക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി ഇത് എന്താ പറയുക, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. കുംഭമേള എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അങ്ങ് പ്രയാഗ്രാജിൽ നടന്നിട്ടുള്ള കുംഭമേളയാണ് അവസാനം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അത് 144 വർഷത്തിൽ ഒരിക്കലും ഉണ്ടാവുന്നു. ഇതിപ്പോൾ ഏകദേശം 271 വർഷത്തിന് മുമ്പുണ്ടായ ഒരു ചടങ്ങാണ്. 75-71 അതിന് ശേഷമുള്ള ഒരു മാമാങ്കത്തിനാണ് നമ്മൾ ശരിക്കും വന്നേക്കുന്നത്. പണ്ട് അച്ചമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഞങ്ങൾക്കും ശരിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭൂമിയുടെ ഒരു അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൊള്ളാം. ഇത് അത്യാവശ്യം
ഒരു ബിഗ് ഗാദറിംഗ് ആണെന്ന് പറയണം അല്ലേ സ്പിരിച്വലി? അതെ അതെ, ഇവിടെ ഇപ്പൊ ഒരു വലിയ ആളെന്നോ ചെറിയ ആളൊന്നും ഇല്ല, എല്ലാരും ഒരേ സ്ഥലത്ത് ഒരേപോലെ വന്നിരിക്കുകയാണ്. വേറെ ആർക്കും പ്രത്യേകിച്ച് അനുകൂല്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യം വരുന്ന ആൾക്ക് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നേരെ കാണാം, നേരെ കയറിയിരിക്കാം. ഞങ്ങളിപ്പോ സമയം എത്രയും ഇപ്പോ 4:45 4:45 ഏതാണ്ട് 6:30-7 മണിയോട് കൂടിയിട്ട് അങ്ങാണ്ടാണ് ആരതി വരുന്നത് അല്ലേ? നിങ്ങൾ ആരതി വരുന്ന ആ സമയത്താണ്. പക്ഷേ നമ്മളിപ്പോഴേ ഒരു 2-3 മണിക്കൂർ മുമ്പേ ഇവിടെ സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഫെബ്രുവരി 3-ാം തീയതി വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആരും മിസ് ചെയ്യരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗാദറിങ് നടക്കുമ്പോൾ, സ്പിരിച്വലി ഇത്രയും കൂടി വേറൊരു അവസ്ഥയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ചടങ്ങിൽ വന്ന് പങ്കെടുക്കാം. അതുതന്നെയാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ? ഇനി വേറൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് ഇവിടെ 3 ക്ഷേത്രങ്ങളുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ 3 ക്ഷേത്രങ്ങൾ ഒന്നിക്കുന്ന. അതെ അതെ, ത്രിമൂർത്തി. അതെ അതെ, ത്രിമൂർത്തി. 3 മൂർത്തികൾ ഒന്നിച്ച് ഇരിക്കുന്ന ഒരു പ്രത്യേക സ്പേസും കൂടിയാണ്. പരശുരാമൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഇവിടത്തെ നന്മയ്ക്ക് വേണ്ടി അല്ലേ, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു യാഗം അല്ലേ? ആദ്യം വേറെ എവിടെയാണ് യാഗം ചെയ്യാൻ നോക്കിയിട്ട്, ആദ്യം എവിടെയായിരുന്നു? ആനമുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം യാഗം ചെയ്യാൻ തെരഞ്ഞെടുത്തത്. ആ സമയത്ത് അവിടെ സരസ്വതിക്ക് വരാൻ സാധിച്ചില്ല, അങ്ങനെയല്ലേ പറഞ്ഞേ? സരസ്വതിക്ക് വരാൻ സാധിക്കാതെ പിന്നീട് സരസ്വതിയുടെ പകരം അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഗായത്രീനെ വെച്ച് ആ കർമ്മം നടത്തിയവർ. അതിൽ കോപിഷ്ഠയായ സരസ്വതി ഗായത്രീനെ ശപിച്ചു, ഒരു നദിയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അങ്ങനെയല്ലേ? ഈ ഭാരതപ്പുഴയുടെ ഒരു ഭാഗത്തെ ഗായത്രി നദി എന്നും വിളിക്കൂത്രേ, അങ്ങനെ പറഞ്ഞത്. തിരിച്ചും ശപിച്ചില്ലേ? സരസ്വതി നദിയായി തീരട്ടെ എന്നുള്ള ഒരു ശാപം കൂടി ഉണ്ടായിരുന്നു. നദികൾ. അതെ അതെ. പിന്നീട് അവിടെ അത് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ തിരുനാവായ ഇപ്പോൾ ഈ മാമാങ്കം അല്ലെങ്കിൽ കുംഭമേള നടക്കുന്ന സ്ഥലം. അതുപോലെ ഈ ആരതി നമ്മുടെ ഈ അവിടുത്തെ നോർത്തിലെ കുംഭമേള ചെയ്യുന്നവർ തന്നെയാണെന്നാണ് എല്ലാവരും. ആരതി ശരിക്കും ഞാൻ വാരണാസിയിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്നൊരു വിഷയമാണ്. 2-3-4-5 സ്ഥലത്ത് ഉണ്ടാവാറുണ്ട്. അതെ, ഗംഗാരതി ആയിരുന്നു. ഇവിടെ ഇപ്പോൾ അത് നീളാരതി എന്ന് പറയുമ്പോൾ അതേ ആൾക്കാരെ തന്നെ അവിടുത്തെ പണ്ഡിറ്റുകളെ കൊണ്ട് തന്നെ ഇവിടെ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നത് ഇവർ. അങ്ങനെ തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. അത് ശരിയാവാനാ സാധ്യത അല്ലേ? അതേ രീതികൾ തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ പന്തൽ ഒരുങ്ങിയിരിക്കണതും അല്ലെങ്കിൽ ആ സ്ഥലമൊക്കെ അങ്ങനെ മനോഹരമായിട്ടുണ്ട്. പറഞ്ഞേട്ടോ, ഈ അപ്പുറത്തല്ലേ? അപ്പുറത്താണ് വിഷ്ണുവിൻ്റെ അമ്പലം. ബ്രഹ്മാവിൻ്റെ അമ്പലം വടക്കേ സൈഡിലും, ശിവൻ്റെ അമ്പലം തെക്കേ സൈഡിലും. ഇവിടെ നമ്മൾ ബലിയിടാൻ സാധാരണ സമയത്ത് വരുമ്പോൾ അവിടേക്ക് കാണിച്ചു കഴിഞ്ഞിട്ട് അത് സങ്കല്പം 2 സ്ഥലത്ത് ബ്രഹ്മാവ് സങ്കല്പം എന്ന രീതിയിൽ തന്നെയാണ് എപ്പോഴും. അവിടെ പ്രതിഷ്ഠ ഒന്നുമില്ല. ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠ നമ്മുടെ കേരളത്തിൽ അപൂർവ ഇല്ലാന്ന്. നല്ല ഇരിഞ്ഞാലക്കുട വർഷം ഇത് തന്നെയാണ് സങ്കല്പം. അമ്പലത്തുള്ളതും ഇത് തന്നെയാണ്, സങ്കല്പമാണ്. പക്ഷെ അവിടെ അമ്പലം ഉണ്ട് ബ്രഹ്മാവിന്. ഈ ഒരു ചടങ്ങിൽ ഇപ്പോൾ വന്ന് കൊള്ളാൻ സാധിച്ചതിനെ കുറിച്ച് എന്തിട്ടാ പറയുന്നത് പറയുന്നത്? കഴിഞ്ഞ 5 തലമുറയ്ക്ക് സാധിക്കാത്ത ഒരു കാര്യം എനിക്ക് ഇവിടെ കൂടിക്കുന്ന ആൾക്കാർക്കും സാധിക്കുമ്പോഴുള്ള ഒരു സുഖം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുണ്യം, ഇനി അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമോ എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് തന്നെ വലിയ പുണ്യമാണ്. കാരണം ഇത് നമ്മുടെ സങ്കല്പത്തിനും അതീതമായ ഒരു ഇതാണ്. നമ്മുടെ സ്വാത്വികമായ സങ്കല്പത്തിന് പോലെയല്ല നമ്മുടെ ഈ സങ്കല്പം. ഇതൊരു വേറെ രീതിയിലുള്ള ഒരു ഹൈന്ദവ സങ്കല്പമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇത്രയും ആൾക്കൂട്ടം എല്ലാവരും ഒന്നായി കാണുന്ന
ഒരു അയ്യപ്പൻ്റെ എല്ലാവരുടെ നന്മയ്ക്ക് എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി ശരിക്കും അയ്യപ്പൻ്റെതായ ഒരു രീതിയിലാണ് ഇവിടുത്തെ സങ്കല്പം വരണമെന്ന് തോന്നുന്നു. കാരണം എല്ലാം ഒന്നാണ് എന്ന രീതിയിലാണ് ഇവിടെയും ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇവിടെ ഇപ്പോൾ കാണുന്നത്. അതേപോലെ അയ്യപ്പനും എല്ലാം ഒന്നാണ് എന്നാണല്ലോ അയ്യപ്പൻ്റെയും ഒരു ചരിത്രം, തത്വമസി എന്ന് പറയുന്നത് തത്വമസി എന്നുള്ള അത് തന്നെ. അപ്പോൾ അത് ഇവിടെയും അന്വർത്ഥമാക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇതേപോലെ നടക്കുന്ന ഇങ്ങനെ ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇത് ചെറിയൊരു സമയത്തിൽ ഇത്രയും നന്നായിട്ട് ചെയ്ത് സംഘാടക സമിതി അത് ചെയ്യാൻ പറ്റിയ ആൾക്കാർ, അതിനെ ഇനീഷ്യേറ്റീവ് വെച്ച ആൾക്കാർ, ഇതിൻ്റെ എന്താ സ്പോൺസേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് ഗവൺമെൻറ്റിൻ്റെ ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയത്. ഒരു ഗവൺമെൻറ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ഇതിനേക്കാളും ഭയങ്കരമായേനെ. ഒരു പുഷിങ്ങും ഇല്ലാണ്ട് ഒരു തരത്തിലുള്ള മീഡിയകളും ആരും ഒരാളും ഇതിനെ പ്രൊമോട്ട് ചെയ്യാതെ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന് ഇത്രയും ജനങ്ങളെ ഇവിടെ കാണാനും ഒരുമിച്ച് കാണാനും ഇതെല്ലാവർക്കും കൂടി പങ്കെടുക്കാൻ പറ്റിയത് എത്ര വലിയ ഭാഗ്യമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ന വ്യക്തി എനിക്ക് ഇവിടെ വന്ന് ഇതൊന്ന് കണ്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും എൻ്റെ ഈ ജന്മത്തെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ നിളാരതി തുടങ്ങാൻ സമയമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവരും അവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനവിടെ ഭരതേട്ടനെയും കുഞ്ഞോനെയും അവിടെ നിർത്തിയിട്ടാണ് പോന്നേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ആരതി കഴിഞ്ഞ ഉടനടി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് അല്ലേ? എവിടേക്കാണ്? നമ്മൾ മാഹി എന്താ പറയുക, തെയ്യം കാണാനാണ്. ശ്രീ കോയോടൻ കോറോത്ത്. അതെ, കോയോടൻ കോറോത്ത് ക്ഷേത്രം. അവിടെ വിശേഷാല് ഒരുപാട് തെയ്യത്തിൻ്റെ അല്ലേ കാര്യങ്ങൾ കാണുന്നുണ്ട്. വെള്ളാട്ടെന്ന് പറയാം, തിറവെള്ളാട്ട്. അപ്പോൾ ആ തെയ്യം കൂടി കണ്ടിട്ട്, പ്രത്യേകിച്ച് അത് കുട്ടിച്ചാത്തന്മാരുടെ നമുക്ക് ഒന്ന് പോയി കാണണം. ഒരു കുട്ടിച്ചാത്തനല്ല കേട്ടോ, ഒന്നോ രണ്ടോ അല്ല, അതൊരു കൂട്ടാണെന്നാ പറയുന്നത്. അത് ചിലപ്പോൾ 20 ആവാം, ചിലപ്പോൾ 40 ആവാം. 40 അതിന് സ്റ്റാൻഡേർഡ് സെറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ചിലപ്പോൾ വഴിപാടനുസരിച്ച് കൂടുന്നൊക്കെയാണ് അറിഞ്ഞു കേട്ടത്. ചിലപ്പോൾ അത് 100ലേക്ക് എത്താം. എന്തൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഞങ്ങൾക്ക്. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം. പോരെ, കുട്ടിച്ചാത്തന്മാരുടെ കൂടെ. അതെ അതെ. ഭക്ഷണം കഴിക്കരുത്, പഠിക്കരുത് എന്ന് പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ മൈൻഡ്. സമയം 12:40. ഞങ്ങൾ കോഴിക്കോടിൻ്റെ ഒറ്റ മൈൻഡിൽ കയറി പോന്നേക്കുന്നതാണ്. ഇട്ട വസ്ത്രം, ഡ്രസ്സ് പോലും ഇല്ല. ഞങ്ങള് കോഴിക്കോട് നിന്ന് ബസ് കയറിയത് തലശ്ശേരിയിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പാർക്കിന്. അവര് പറഞ്ഞത് തലശ്ശേരി ബൈപ്പാസ്. അത് വിശ്വസിച്ചു.
വിശ്വസിക്കാൻ മാത്രല്ല ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഒരു മനുഷ്യ കുഞ്ഞില്ല. ഒന്നുമില്ല. ഒന്നുമില്ല, അവിടെ ഇരുട്ട് മാത്രം.